എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഒരു സൈറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ ടി വി യൂണിറ്റ് ആണ്. ടി വി യൂണിറ്റ് എന്താ പറയാ, ആദ്യം PVC-യുടെ ലൂറ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മറൈൻ പ്ലൈയിൽ ലാമിനേറ്റഡ് ആണ്. ലാമിനേറ്റിൽ നാച്ചുറൽ വുഡായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രൂസ് ഇട്ടിട്ട് അതിൽ ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലൈന്റിന്റെ റിക്വയർമെന്റ്സ് ആയിരുന്നു ഈ പറയുന്ന വൈഫൈ മേളിൽ വെക്കണമെന്ന്. അതായത് കുട്ടി ഉള്ളത് കാരണം കുട്ടിയെ അതിൽ പിടിച്ച് പ്രോബ്ലം ആകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വൈഫൈ നമ്മൾ നേരത്തെ പാനലിംഗ് ചെയ്യണതിന് മുമ്പ് തന്നെ വൈഫൈയുടെ വയറും കൂടി അവിടെ ചെയ്തിരുന്നു. ഇതിൽ നമ്മൾ സെന്റർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്ലാസ് ആണ്, അലുമിനിയം ഡോസ് ആണ്. ബാക്കി അപ്പുറം ഇപ്പുറം മറൈൻ പ്ലൈയിൽ ലാമിനേറ്റഡ് ആണ്. അതില് ഗ്രേ കളർ ഉണ്ട്, വുഡ് ഗ്രെയിൻസും ഉണ്ട്. ഇത് ഫുള്ളി അലൂമിനിയം പ്രൊഫൈലാണ്. അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ ആണ്. ഇതിനെന്ന് വെച്ചാൽ വലിയ കോസ്റ്റ് എഫക്റ്റീവോ അല്ലാത്ത ഒരു പാർട്ടീഷനാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളൊരു പാർട്ടീഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇത് വരുന്നത് നമ്മുടെ പ്രെയർ യൂണിറ്റ് ആണ്. ഇതിപ്പോ എന്താ പറയാ, ഇതിന്റെ ഡോസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പുള്ളി ചെയ്യുന്ന ടൈപ്പാണ്. നമ്മൾ ഇങ്ങനെ വലിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇതിൽ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് കൊടുത്തിരിക്കാൻ തനിയെ ക്ലോസ് ആവും. ദെൻ അത് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ പൂജ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താവുമ്പോൾ ഈ ഡോറ് ഇൻസൈഡിലേക്ക് പുള്ളി ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് പൂജയൊക്കെ ചെയ്യാം. ഇവിടെ ഒരു കൺജഷൻ ഫീൽ ചെയ്യില്ല. പിന്നെ വിളക്ക് അതുപോലുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രോവേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ വലിയ വലിയ ഫംഗ്ഷനും പൂജയുടെ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ വിളക്ക് അതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പൂജാ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ താഴത്തെ ഡ്രോവേഴ്സ് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി അതുപോലുള്ള സാധനങ്ങൾ വെക്കാൻ പൂജയുടെ. ഇത് വിളക്ക് അതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സിമ്പിൾ ആയിട്ടുള്ളൊരു ക്രോക്കറി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ക്രോക്കറി യൂണിറ്റ് ആണ്. ക്രോക്കറി യൂണിറ്റ് ആണെങ്കിലും നമ്മൾ അലൂമിനിയം ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെയാണ് ഈ ഗ്രൂസ് പോലെ കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഇത് ഡ്രോവേഴ്സ് ആണ്. അതിനുശേഷം ഇതും സ്റ്റോറേജിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അത് കഴിയുമ്പോൾ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വാഷ് കൗണ്ടർ ആണ്. ഈ വാഷ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ നമ്മുടെ ഇതൊക്കെ വെക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ PVC ലൂറാണ്. പിന്നെ റൗണ്ട് ഗ്ലാസ് മതി എന്നാണ് ക്ലയന്റ് പറഞ്ഞത്. അപ്പോ അതിനുശേഷം പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റെയറിന്റെ ബോട്ടമാണ്. അപ്പൊ ഈ ലിവിങ് ഡൈനിങ് ഏരിയയിൽ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇപ്പോ എല്ലാം നമ്മൾ ഒറ്റയടിക്ക് കിച്ചൺ ഈ വീട്ടിലെ എല്ലാ സാധനവും കൂടി ഒറ്റയടിക്ക് കാണിക്കുന്നതിന് പകരം നമ്മൾ ഓരോരോ വീഡിയോസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോ കാണിച്ചത് TV യൂണിറ്റ്, പാർട്ടീഷൻ, പ്രയർ യൂണിറ്റ്, ക്രോക്കറി, വാഷ് കൗണ്ടർ, സ്റ്റെയർ ബോട്ടം. ഇനി എന്റെ അടുത്ത വീഡിയോ കൂടി നിങ്ങൾ എല്ലാം തന്നെ കാണുക. കാരണം ഒരു വീഡിയോ ഇത്ര ലെങ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാവും, എനിക്കും ബോറാവും. അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് കിച്ചൺ വാർഡ്രോബ്സും ആണ്. അപ്പോൾ ഇന്നിപ്പോ ഇത്രയും കാണിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്റെ അടുത്ത വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.